നമ്മുടെ ഇടവകയുടെ പെരുന്നാളും ജൂബിലി ആഘോഷവും അനുബന്ധിച്ച് ഇവിടെ നമ്മൾ ഒത്തിരിയേറെ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നമുക്ക് ഈ ഇടവകയ്ക്ക്, ഈ ഇടവകയിലെ കുടുംബങ്ങൾക്ക്, ഈ ഇടവകയിലെ ഓരോ വ്യക്തികൾക്ക്, ഈ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരാൻ പോകുന്ന പ്രോഗ്രാം ഈ 3 ദിവസത്തെ ധ്യാനമായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ 3 ദിവസം വളരെ മനോഹരമായിരുന്നു, സന്തോഷപ്രദമായിരുന്നു. നമ്മുടെയൊക്കെ മുഖത്ത് പുതിയ പുതിയ ചൈതന്യം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഈ ധ്യാനം ഇവിടെ നടത്തിയത് ഫ്രീഡംപുരി സഭയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജോബിനച്ഛനും സോജനച്ഛനുമാണ് 2 ദിവസം ഈ വചന ശുശ്രൂഷ ഇവിടെ നടത്തിയത്. സോജനച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വൈദികൻ ആകാതിരിക്കാനുള്ള എല്ലാ സാധ്യതകൾ ഉണ്ടായിട്ടും വൈദികനായ സോജനച്ഛൻ, കുടുംബത്തിലെ ഏക ആൺതരി, അതും സന്യാസ സമൂഹത്തിൽ അച്ഛനായ സോജനച്ഛൻ, ധ്യാനപ്രസംഗത്തിന് വേണ്ടി, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച സോജനച്ഛൻ, തൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൂടെയും തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും വളരെ വലിയ സന്ദേശങ്ങൾ വളരെ സുന്ദരമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു തന്ന സോജനച്ഛൻ നമ്മളെ വളരെ വലിയ ഒരു അനുഭവത്തിലേക്ക് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി. അച്ഛൻ്റെ സ്തുതിപ്പിലൂടെ നമ്മൾ സ്വർഗത്തിൽ വരെ എത്തിച്ചേർന്നു. അച്ഛൻ്റെ ആരാധന നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമായിരുന്നു. നമ്മളെ വേറെ ഒരു ലെവലിലേക്ക് അത് ഉയർത്തി. പ്രിയപ്പെട്ട ജോബിനച്ഛനോട് ഈ ഇടവകയുടെ പേരിലും വികാരിയച്ഛൻ്റെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ 3 ദിവസത്തെ ഈ ധ്യാനത്തെ ഏറ്റവും മധുരമാക്കിയത് നമ്മുടെ സിറിൽ ബ്രദറിന്റെ ഗാന ശുശ്രൂഷയാണ്. വളരെ മനോഹരമായ ശബ്ദം, ആരുടെയും ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഗാനാലാപന രീതി നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉറക്കവും ക്ഷീണവും ഒക്കെ മാറ്റാൻ ആ ഗാന ശുശ്രൂഷ വളരെയേറെ ഇവിടെ പ്രയോജനം ചെയ്തു. പ്രിയപ്പെട്ട സിറിലിനോടുള്ള ഈ ഇടവകയുടെ നന്ദി വികാരിയച്ഛൻ്റെ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് വാക്കിലൂടെയല്ല. ഈ കഴിഞ്ഞ 3 ദിവസം ഈ ധ്യാനത്തിലൂടെ നമ്മൾ ഇവിടെ കേട്ട വചനങ്ങൾ, ഇത് നമ്മുടെ ഹൃദയത്തിൽ മുളച്ച് വളർന്ന ഒരു പടുവൃക്ഷമായിട്ട് മാറണം. അതാണ് നമുക്ക് ഈ ധ്യാന ടീമിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്ദി. നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കണം, നമ്മൾ കുറച്ചുകൂടെ ഒരു പടി കൂടെ ദൈവത്തോട് അടുക്കണം, ആത്മീയമായി ഉയരണം, നമ്മുടെ കൂട്ടായ്മ ശക്തമാകണം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരണം. ഈ 3 ദിവസം നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ ഇവിടെ നടത്തിയ എഫോർട്ട് എന്തായാലും വെറുതെയാവില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം ഫലപ്രകടിപ്പിക്കാതെ ഒരിക്കലും തിരിച്ചു വരില്ല. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഞാൻ വാക്ക് തരുന്നു, നിങ്ങളുടെ ഈ 3 ദിവസത്തെ ഇവിടെ നടത്തിയ ഈ ധ്യാന ശുശ്രൂഷ തീർച്ചയായിട്ടും ഈ ഇടവകയിൽ ഫലം പ്രവർത്തിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.